ഓശാനകൾ കളവ് നടത്തുന്ന കാര്യസ്ഥർക്കുള്ള താക്കീതുകളാണ്, ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്നവൻ ആക്രോശിച്ചേനെ. എന്റെ ഭവനം എന്നാണ് അവൻ പറഞ്ഞത്, അധികാരികളുടെ ഭവനമല്ല എന്നവൻ വ്യക്തമാക്കുകയായിരുന്നു. പ്രിയരെ, ഏവർക്കും ഓശാനയുടെ ആശംസകൾ നേരുന്നു. ഓശാന വെറും ഒരു കുരുത്തോല പെരുന്നാളല്ല, അത് ദേവാലയ ശുദ്ധീകരണത്തിന്റെ മുന്നൊരുക്കമാണ്. അത് സഭയുടെ തലവൻ ഈശോയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ബിഷപ്പുമാരും സെനഡുമാരും ഒന്നുമല്ല, ഈശോയാണ് സഭയുടെ അധികാരി എന്ന തിരിച്ചറിവിലേക്ക് ഓശാനകൾ നമ്മെ അടുപ്പിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് ഓശാനയെക്കുറിച്ച് വായിക്കുന്നവർക്ക്, കേൾക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു സവിശേഷതയും തോന്നണമെന്നില്ല. എന്നാൽ യേശുവിന്റെ കാലത്തെ യഹൂദർക്ക് അതിനിഗൂഢവും അപരിമേയവുമായ സൂചനകൾ ഇതിൽ കാണാൻ സാധിക്കുമായിരുന്നു. അത് മനസ്സിലാക്കിയാലേ ഈ വർത്തമാനകാലത്ത് ഓശാനകൾ നൽകുന്ന അഥവാ നൽകേണ്ട സന്ദേശം എന്തെന്ന് മനസ്സിലാവും. കടം വാങ്ങിയ കഴുതയാണ് കേന്ദ്രബിന്ദു. താൻ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പുരാതന കാലത്ത് രാജാവിന്റെ മാത്രം അധികാരമായിരുന്നു. കടം വാങ്ങിയ കഴുതപ്പുറത്ത് യാത്ര ചെയ്യാനുള്ള യേശുവിന്റെ തീരുമാനം തനിക്കുള്ള രാജാവിന് തുല്യമായ അധികാരത്തിന്റെ സൂചനയായിരുന്നു. കെട്ടിയിട്ടിരിക്കുന്ന കഴുതയെ അഴിച്ചു കൊണ്ടുവരാൻ പറയുന്നതും ഈ പ്രതീകാത്മകതയെ കൂടുതൽ ബലവത്താക്കുന്നുണ്ട്. ആ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതിന് ശേഷം തികച്ചും അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു. ശിഷ്യന്മാർ തങ്ങളുടെ വസ്ത്രങ്ങൾ അതിന്മേൽ വിരിച്ചു. അതെന്തിനായിരിക്കും? അവർ യേശുവിനെ അതിന്മേൽ ഇരുത്തി എന്നാണ് ലൂക്കാ സുവിശേഷകൻ എഴുതുന്നത്. സോളമനെ രാജാവായി അഭിഷേകം ചെയ്തത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: അവ വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടി എന്റെ മകൻ സോളമനെ എന്റെ കോവർ കഴുതയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. അവിടെ വെച്ച് അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ. 1 രാജാക്കന്മാരെ 1:33-34. വസ്ത്രങ്ങൾ വിരിച്ചൊരാളെ എതിരേൽക്കുന്നത് ഇസ്രായേലിന്റെ രാജകീയ പാരമ്പര്യത്തിൽപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ ജെറൂസലേം ദേവാലയത്തിന്റെ അധികാരികളായ സെന്നദ്രീൻ സംഘത്തിന് മുകളിൽ, പുരോഹിത വർഗത്തിന് മുകളിൽ പ്രതീകാത്മകമായ അധികാര കേന്ദ്രമായി യേശു അവതരിക്കുന്ന ദിവസമാണ് ഓശാന. അതുകൊണ്ടാണ് യേശു ജനിച്ചപ്പോൾ ജെറൂസലേം നഗരം മുഴുവൻ അസ്വസ്ഥമായി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശു ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോഴും ജെറൂസലേം നഗരം ഇളകി വശായി എന്ന് എഴുതിയിരിക്കുന്നത്. ജെറൂസലേം നഗരത്തിലെ വരവേൽപ്പ് സ്വീകരിച്ചതിന് ശേഷം യേശു ജെറൂസലേം ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു. അവിടെ നടക്കുന്നതെല്ലാം അവനൊന്ന് നിരീക്ഷിച്ചെന്ന് മർക്കോസ് സുവിശേഷകൻ എഴുതുന്നു. അന്ന് നേരം വൈകിയിരുന്നതിനാൽ അവൻ ബഥാനിയായിലേക്ക് പോയി. ആ ആഴ്ചയിൽ അവൻ അവിടെയാണ് താമസിച്ചത്. പിറ്റേന്ന് അവൻ വീണ്ടും ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ ക്രയവിക്രയം ചെയ്തിരുന്നവരെ എല്ലാം പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. മർക്കോസ് 11:15. എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അവൻ ആക്രോശിച്ചു. സെന്നദ്രീൻ സംഘം ഔദ്യോഗികമായി നിയമപരമായി അനുവദിച്ചു നൽകിയ കച്ചവടങ്ങളായിരുന്നു അവയെല്ലാം. എന്നിട്ടും അവൻ അതിനെ ശക്തമായി എതിർത്തു. അധർമ്മത്തെ നിയമപരമാക്കിയാലും എതിർക്കപ്പെടേണ്ടത് തന്നെയെന്ന് യേശു പഠിപ്പിക്കുകയായിരുന്നു. ഈ കുർബാന തീരുമാനവും ഭൂമിഭവനവും എല്ലാം എതിർക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. എന്റെ ഭവനം എന്നാണ് അവൻ പറഞ്ഞത്, അധികാരികളുടെ ഭവനമല്ല എന്നവൻ വ്യക്തമാക്കുകയായിരുന്നു. ആ ബോധ്യമാണ് നമുക്കും ഉണ്ടാകേണ്ടത്. എന്റെ ഇടവക, എന്റെ അതിരൂപത, അതാണ് ബോധ്യം. കച്ചവടം മുഴുവൻ നടന്നിരുന്നത് പുറജാതിക്കാർക്കായുള്ള വിശാലമായ ആ പ്രാകാരത്തിൽ വെച്ചായിരുന്നു. ദേവാലയവും വ്യാപാരവും തമ്മിലുള്ള അധാർമികമായ ആ കൂടിച്ചേരലിനെതിരെയാണ് അവന്റെ ക്രോധം തിളച്ചത്, ആളിക്കത്തിയത്. അധികാരികളുടെ പ്രഭുവാഴ്ചക്രമം മെനഞ്ഞെടുത്ത അന്നത്തെ നടപടിക്രമങ്ങൾക്കെതിരെയാണ് ഈശോ ശബ്ദിച്ചത്. 2000 വർഷങ്ങൾക്ക് ശേഷവും സഭയിൽ അതേ പ്രഭുവാഴ്ചക്രമവും അധാർമിക വ്യാപാരങ്ങളും നിലനിൽക്കുന്നു എന്നത് നമ്മെ ആശങ്കപ്പെടുത്തേണ്ടതുണ്ട്. യേശു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ സീറോ മലബാർ സിനഡിനെ ശുദ്ധീകരിക്കാൻ ഇതേ നിലപാട് സ്വീകരിച്ചേനെ. നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്നവൻ ആക്രോശിച്ചേനെ. അതിനാൽ നമ്മൾ അൽമായർ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്. കാവൽ നായെ പോലെ ഉണർന്നിരുന്ന് നമ്മുടെ സഭയെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്.
കാരണം ബിഷപ്പുമാർ സഭയിലെ അധികാരികളോ മുതലാളിമാരോ അല്ല, വെറും കാര്യസ്ഥർ മാത്രമാണ്. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. എഫേസൂസ് 6:12. പൗലോസിന്റെ ഈ വാക്കുകൾ എന്നെയും നിങ്ങളെയും കൂടുതൽ കർത്തവ്യബോധമുള്ള പ്രവാചകരാക്കി, പ്രവർത്തകരാക്കി മാറ്റട്ടെ. എല്ലാവർക്കും ഓശാനയുടെ ആശംസകൾ. നന്ദി.